ഉത്തരാഖണ്ഡിലെ കോട്ട്വാദാറിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. അവിടെ ഒരു വസ്ത്ര വ്യാപാരശാലയിലേക്ക് എത്തിയ കുറെ ആളുകൾ ഒരു വയസ്സായ മുസ്ലിം അമ്മാവനെ ഹരാസ് ചെയ്യുകയും അത് ചോദ്യം ചെയ്യാനായിട്ട് ദീപക് കുമാർ എന്നൊരു യുവാവ് എത്തുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും അവർ പേര് ചോദിച്ചപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് ദീപക് ആണെന്ന് പറഞ്ഞ് ആ അമ്മാവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കാര്യമെല്ലാം നമ്മൾ അറിഞ്ഞു കാണും. ഇപ്പോൾ ആ യുവാവിന്റെ ജീവൻ എടുക്കുന്ന ആൾക്ക് പാരിതോഷികം സോഷ്യൽ മീഡിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരാൾ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ സംഭവം തുടങ്ങുന്നത് ജനുവരി അവസാന ഭാഗത്താണ്. ഉത്തരാഖണ്ഡിലെ വക്കീൽ അഹമ്മദ് എന്ന 70 വയസ്സുകാരനായ ഒരു വസ്ത്ര വ്യാപാരി, അയാളുടെ കടയുടെ പേരാണ് ബാബ എന്ന്. ആ കടയിലേക്ക് കുറെ ഹിന്ദുത്വവാദികൾ എത്തുന്നു. ബാബ എന്ന പേര് മാറ്റണമെന്ന് പറയുന്നു. കാരണം ബാബ എന്നത് ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന പേരാണ്, അതൊരു മുസ്ലിം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവർ അവിടേക്ക് കയറി വരുന്നതും അക്രമം അഴിച്ചുവിടുന്നു. അവിടേക്ക് അപ്പോൾ എത്തിയ ദീപക് ഇതിൽ ഇടപെടുകയും എന്തിനാണ് ഇങ്ങനെ പേര് മാറ്റേണ്ടത്, നിങ്ങളൊക്കെ പേര് മാറ്റാൻ പറയാൻ ആരാണെന്ന് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ രോഷാകുലനായ ദീപക് എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ ആ വീഡിയോ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ദീപക്കിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഭീഷണികളും വിദ്വേഷ പ്രചരണങ്ങളും നടക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് പറഞ്ഞൊരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ബീഹാർ സ്വദേശിയായ ഉത്കർഷ് കുമാർ സിംഗ് എന്ന യുവാവ് തന്റെ കയ്യിൽ പണവുമായി നിൽക്കുന്ന വീഡിയോ ആയിരുന്നു അത്. മുഹമ്മദ് ദീപകിനെ കൊല്ലുന്നവർക്ക് താൻ 2 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നായിരുന്നു ഇയാളുടെ പ്രഖ്യാപനം. സനാതന ധർമ്മത്തെക്കുറിച്ച് ദീപകിനെ പഠിപ്പിക്കണമെന്നും ഇയാൾ ആഹ്വാനം ചെയ്തു. സംഭവം ഗൗരവമായതോടെ ഉത്തരാഖണ്ഡ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ബീഹാറിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ബീഹാർ പോലീസിന്റെ സഹായത്തോടെ ഉത്കർഷ് കുമാർ സിംഗിനെ മൊത്തിഹാരിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലും എടുത്തു. കസ്റ്റഡിയിലെടുത്ത ഇയാൾ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മറുപടിയാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ആരുമായിട്ടും ശത്രുതയില്ലെന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് കൂടുതൽ ഫോളോവേഴ്സ് വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ദീപക് കുമാർ ട്രെൻഡിൽ നിൽക്കുന്നത് കൊണ്ട് ദീപക് കുമാറിനെ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മറുപടി. ഒരാളുടെ ജീവൻ വെച്ചും രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും സോഷ്യൽ മീഡിയ പ്രശസ്തിക്കായി ആളുകൾ ഇത്രത്തോളം തരം താഴ്ന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ഈ സംഭവങ്ങൾക്കിടയിലും ദീപക് കുമാർ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സർക്കാർ അയാൾക്ക് പാരിതോഷികം നൽകിയ 2 ലക്ഷം രൂപ അയാൾ നിരസിച്ചു. അത് ആവശ്യമുള്ള മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് ദീപക് കുമാർ പറഞ്ഞത്. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. വർഗീയ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമം ശക്തമായി മുന്നോട്ട് പോട്ടെ. മനുഷ്യത്വം ഇനിയും ഇവിടെ ബാക്കിയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച മുഹമ്മദ് ദീപകിനെ പോലെയുള്ള, അല്ലെങ്കിൽ ദീപക് കുമാറിനെ പോലെയുള്ള ആളുകൾ ഇന്നും ഈ രാജ്യത്തൊരു പ്രതീക്ഷയാണ്.